കർത്താവെ, അങ്ങയെപ്പോലെ ആകുന്നത് എങ്ങനെയാണെന്ന് എന്നെ കാണിക്കണേ. ഇത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹമാണോ? അതാണ് എൻ്റെ ആഗ്രഹം. അതാണ് പുതിയ നിയമത്തിലെ ശ്രേഷ്ഠമായ കാര്യം. ഈ ഭൂമിയിൽ ഏറ്റവും മനോഹരമായ ഒരു ജീവിതം ജീവിച്ച ആളായിരുന്നു യേശു. നിങ്ങൾക്ക് അവനെപ്പോലെ ആകണോ? അവനെപ്പോലെ ജീവിക്കണോ? അവനായിരുന്നില്ല ഏറ്റവും ധനികൻ. അവന് കോളേജ് ബിരുദങ്ങളില്ലായിരുന്നു. എന്നാൽ അവനായിരുന്നു ഏറ്റവും മനോഹരമായ ജീവിതം ജീവിച്ചത്. എന്നാൽ നിങ്ങൾ നിത്യതയിൽ കണ്ടെത്തും. എന്നെ കേൾക്കുക, നിങ്ങൾ നിത്യതയിൽ കണ്ടെത്തും. യേശുവിൻ്റെ കാൽപ്പാട് നോക്കി ഈ ഭൂമിയിലെ ജീവിതത്തിൽ മുഴുവനും നടന്നവരാണ്. നിത്യതയിലെത്തുമ്പം അവരാണ് ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യരെന്ന് നിങ്ങൾ കണ്ടെത്താനിട വരും. നിങ്ങളും ആ കൂട്ടത്തിലാകാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. നമ്മൾ ഉപദേശങ്ങളെ വിലമതിക്കുന്നു. അവസാനമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം, അതിൻ്റെ 4-ാമത്തെ വാക്യം. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ ജീവിതമാണ് വെളിച്ചമായിരുന്നത്, ഉപദേശമല്ല. യേശുക്രിസ്തുവിൻ്റെ ജീവിതമുള്ള പലരും ഉണ്ട്. റോമൻ കത്തോലിക്കരുടെ ഇടയിൽ, CSI സഭകളിൽ, മെത്തഡിസ്റ്റുകാരുടെ ഇടയിൽ, ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ, പെന്തക്കോസ്തുകാരുടെ മധ്യേ, CFC സഭകളിൽ. കാരണം അവർ ജീവിതത്തെയാണ് വിലമതിക്കുന്നത്. ഒരു സഹോദരൻ മറ്റൊരു സഭയിലാണ് പോകുന്നത്. അതുകൊണ്ട് ഞാനവനെ കുറച്ച് കാണാറില്ല. നിങ്ങളിൽ ചിലർ അങ്ങനെ ചെയ്യുന്നുണ്ടാവും. നിങ്ങളവനെ വില കുറച്ച് കാണുന്നത് അവൻ്റെ ഉപദേശത്തെ ചൊല്ലിയാണ്. അവരുടെ ഉപദേശം ശരിയല്ല. പരീശന്മാരുടെ ഉപദേശങ്ങളെല്ലാം ശരിയായിരുന്നില്ലേ? അവരെങ്ങോട്ടാണ് പോയത്? നരകത്തിലേക്ക്. മദർ തെരേസ സ്വർഗരാജ്യത്തിൽ എന്നെക്കാളും വളരെ മുമ്പിലായിരിക്കുമെന്ന് പറയുന്നത് പലർക്കും ഇഷ്ടപ്പെടാറില്ല. അത് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. ആരാണ് ഈ കാര്യത്തിൽ എന്നെ കുറ്റപ്പെടുത്തുന്നത്? ഉപദേശങ്ങളാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ. അങ്ങനെയെങ്കിൽ പരീശന്മാരെല്ലാം സ്വർഗത്തിൽ പോകുമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഉപദേശമാണ് വെളിച്ചം. അവനിൽ ഉപദേശമുണ്ടായിരുന്നു, ഉപദേശം മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ചവറാണത്. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പോൾ ആളുകൾ ചോദിക്കും, സഹോദരാ, നീ ഉപദേശത്തിനൊരു വിലയും കൊടുക്കുന്നില്ലേ? നിശ്ചയമായിട്ടും കൊടുക്കുന്നു. വേദപുസ്തകത്തിൽ പറയുന്ന എല്ലാ ഉപദേശങ്ങളും നമ്മൾ വിശ്വസിക്കുന്നു. സഹോദരിമാർ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുമ്പം തല മൂടണം എന്നുള്ള ആ കൽപ്പന പോലും പാശ്ചാത്യ നാടുകളിൽ ഏകദേശം 100% ആളുകൾ പാലിക്കുന്നില്ല. അതുപോലും നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഉപദേശം നാം വിലമതിക്കുന്നു. എന്നാൽ അതല്ല മനുഷ്യൻ്റെ വെളിച്ചം. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവനായിരുന്നു മനുഷ്യൻ്റെ വെളിച്ചം. ഒരിക്കലും അത് മറന്നു കളയരുത്. നമ്മളെല്ലാ ഉപദേശങ്ങളും പാലിക്കുമ്പം, എല്ലാ കൽപ്പനയും പ്രമാണിക്കുമ്പം, ദൈവവചനത്തിലുള്ള ഏറ്റവും ചെറിയ കൽപ്പന പോലും നമ്മൾ വിശ്വസിക്കുന്നു ജീവൻ അതിനകത്തല്ല. അവനിൽ ഉണ്ടായിരുന്ന ആ വെളിച്ചം അവൻ്റെ ജീവനിലായിരുന്നു. എനിക്ക് ആ ജീവിതമില്ലെങ്കിൽ ഞാൻ ഇരുട്ടിലാണ്. എൻ്റെ എല്ലാ ഉപദേശങ്ങളും ശരിയാണെങ്കിലും, അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രൊട്ടസ്റ്റന്റ് സഭയിലിരിക്കുന്ന അനേക ആളുകളും പെന്തക്കോസ്ത് സഭയിൽ, CFCയിലുള്ള അവരുടെ ഉപദേശം ശരിയാണ്, എന്നാൽ അവർ ഇരുട്ടിൽ ആണ്. കാരണം അവർ യേശുവിൻ്റെ ജീവനെ വിലമതിക്കുന്നില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മൾ യേശുവിൻ്റെ ജീവിതത്തിന് വില കൽപ്പിക്കുമെന്ന്. ബാബിലോൺ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക സഭയല്ല. ബാബിലോണിൻ്റെ ആത്മാവുള്ളവർ ഈ സഭയിലും ഇരിക്കാൻ കഴിയും. ശരിയായ ഉപദേശം പഠിപ്പിക്കാത്ത ചില സഭകളിൽ യെരുശലേമിൻ്റെ ആത്മാവുള്ളവർ കാണും. പിന്നെയും ഞാൻ പറയട്ടെ, ഉപദേശങ്ങൾ പ്രധാനപ്പെട്ടതാണ്, ജീവിതമാണ് കൂടുതൽ പ്രധാനപ്പെട്ടത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഉപദേശം നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ പോലെയാണ്. ഇതിൻ്റെ ഏത് ഭാഗമാണ് എനിക്ക് വേണ്ടാത്ത? എൻ്റെ കയ്യിലെ ഒരു ചെറിയ നഖം പോലും എനിക്ക് വേണം. എല്ലാ ചെറിയ ഉപദേശങ്ങളും ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ എൻ്റെ ജീവൻ ഇരിക്കുന്നത് ഈ നഖങ്ങളിലോ വിരലുകളിലോ അല്ല. എൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിൻ്റെ ശ്വാസത്തിലാണ്. എൻ്റെ ശരീരത്തിൻ്റെ ചില അവയവങ്ങളില്ലാതെ എനിക്ക് ജീവിച്ചിരിക്കാൻ കഴിയും. തെറ്റായ ഉപദേശങ്ങളുള്ളവരെ ഞാൻ നോക്കുമ്പം, അവരിൽ യേശുവിൻ്റെ ജീവൻ കാണുമ്പോൾ ഒരു കൈയില്ലാത്ത ഒരാളെ പോലെയാണ് അവർ. എന്നാൽ അവർക്ക് ജീവനുണ്ട്. എന്നാൽ ഞാൻ മറ്റു ചിലരെ കാണുമ്പം, ചില CFC സഭകളിൽ അവർക്കെല്ലാം നല്ല ഉപദേശങ്ങളുണ്ട്, എന്നാൽ അവർ മരിച്ചവരാണ്. മരിച്ച ഒരു ശവശരീരം കിടക്കുന്ന പോലെ, 2 കൈ, 2 കാല്, 10 വിരലുകൾ, എന്നാൽ മരിച്ചവരാ. ഇങ്ങനെ ഒരു നിലയിൽ നിങ്ങൾ ഉപദേശങ്ങളെ കാണരുത്. അത് ജീവിതത്തെക്കാൾ വലുതായിട്ട് ഓർത്തിരിക്കുക. ഉപദേശങ്ങൾ ശരീരത്തിൻ്റെ അവയവം പോലാണ്. എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാവവും വേണം. ഞാൻ പറഞ്ഞതുപോലെ ആ ചെറിയ നഖവും എനിക്ക് വേണം. എന്നാൽ ഞാൻ പറയുന്നത് ശരീരത്തിലെ ജീവനാണ് കൂടുതൽ പ്രധാനപ്പെട്ടത്. ഇതെപ്പോഴും ഓർത്തിരിക്കുക. കർത്താവ് എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ അവയവവും വേണം, എല്ലാ ഉപദേശവും വേണം. എന്നാൽ എൻ്റെ ജീവനേക്കാൾ അധികം ഉപദേശങ്ങളെ ഞാൻ സ്നേഹിക്കുന്നില്ല.
ആ ജീവൻ വരുന്നത് യേശുവിലൂടെയാണ്. പരിശുദ്ധാത്മാവിൽ കൂടിയാണ് യേശു ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിലേക്ക് വരുന്നത്. യേശുവിൻ്റെ ജീവൻ കണ്ട് അതിനെ നമുക്ക് അനുഗമിക്കാം. എങ്കിൽ ദൈവം നമുക്ക് കരുതി വെച്ച അത്യുത്തമമായ കാര്യം നമുക്ക് പ്രാപിക്കാൻ കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം പോലും കർത്താവെ ആളുകൾക്ക് അവരുടെ ബുദ്ധിയിൽ ഗ്രഹിക്കാനായിട്ട് കഴിയും. എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കാം, ശരി, എനിക്ക് മനസ്സിലായി. അവർക്കൊന്നും മനസ്സിലാകാതെ തന്നെ കർത്താവെ, നീ അവിടുത്തെ വെളിപാട് ഞങ്ങൾക്ക് തരണേ. എന്താണ് പ്രധാനപ്പെട്ടതെന്ന് കാണാൻ, എന്താണ് രണ്ടാം തരമെന്ന്. കർത്താവെ, അവിടുത്തെ വെളിച്ചം തരണേ. അങ്ങ് ഭൂമിയിൽ ജീവിച്ചപ്പം പരീശന്മാരെ തങ്ങളെ തന്നെ വഞ്ചിച്ചതുപോലെ വഞ്ചനയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. അങ്ങയെ അനുഗമിച്ച ശിഷ്യന്മാരെ പോലെ ആയിരിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവർക്ക് ഒരു പക്ഷെങ്കിലും ഉപദേശങ്ങൾ നന്നായിട്ട് പറയാൻ അറിയില്ലായിരിക്കാം, എന്നാൽ അവർക്ക് നല്ല ഹൃദയമുണ്ടായിരുന്നു. ഞങ്ങൾ ആ കൂട്ടത്തിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ വായിൽ വഞ്ചന ഇല്ലായിരുന്നു. നീ പോയിടത്തൊക്കെ അവർ നിന്നെ അനുഗമിച്ചു. ഞങ്ങളെ സഹായിക്കണേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.